ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മീനൂസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് 4ാമത്തെ യൂണിറ്റിലെ ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ. ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ്. ഡിലൈറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ, ആനന്ദദായകമായ, ബൈറ്റ്സ് കടി. അപ്പോൾ രുചികരമായ ഭക്ഷണം എന്നാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. രുചികരമായ ഭക്ഷണം. കൂട്ടുകാർ ചിത്രത്തിൽ കണ്ടല്ലോ, ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും കുടുംബത്തിലെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടല്ലോ. ഓക്കെ, അതിൻ്റെ താഴെ ഒരു കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വായിക്കാം. ഫുഡ് ഈസ് അവർ കോമൺ ഗ്രൗണ്ട്, എ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഫുഡ് ഈസ് അവർ കോമൺ ഗ്രൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആഹാരം നമ്മുടെ അടിസ്ഥാന ആവശ്യമാണ്. അത് നമുക്കറിയാമല്ലോ, നമ്മുടെ അടിസ്ഥാന ബേസിക് നീഡ്സിനകത്ത് വരുന്നതാണ് ഫുഡ്. അപ്പോൾ ഫുഡ് നമ്മുടെ പൊതു ഇടമാണ്, നമ്മുടെ അടിസ്ഥാന ആവശ്യമാണ്. എ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ്, അതായത് ലോകത്തെല്ലായിടത്തും ഇത് ഒരുപോലെ ബാധകമാണ്. അതായത് സാർവത്രികമായ ഒരു അനുഭവമാണ് യൂണിവേഴ്സൽ എക്സ്പീരിയൻസ്. ഇത് ജെയിംസ് ബേർഡ് എന്ന് പറഞ്ഞ അമേരിക്കൻ ഷെഫിൻ്റെ വാക്കുകളാണ്. നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ. ലുക്ക് അറ്റ് ദി പിക്ചർ. താഴെ നോക്കിക്കോളൂ, അവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അതിൽ ഒരു കുട്ടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. കുട്ടിയുടെ മദർ പുറത്തെ ഡോറിൽ മറ്റൊരാൾ വന്ന് നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. വാട്ട് ഈസ് ദി ഗേൾ ഡൂയിങ്. അപ്പം നോക്കിയ ചിത്രത്തിലേക്ക് കുട്ടി എന്താ ചെയ്യുന്നത്? കുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദി ഗേൾ ഈസ് ഈറ്റിംഗ് ഫുഡ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ യു ഡു ഇഫ് സമ്മൺ കംസ് ടു യുവർ ഹൗസ് വൈൽ യു ആർ ഹാവിങ് യുവർ ഫുഡ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വരികയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഭക്ഷണം അവർക്ക് കൂടി കൊടുക്കും, അല്ലേ? അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം? വി വിൽ ഷെയർ അവർ ഫുഡ് ടു ഹിം. നമ്മൾ നമ്മുടെ ഭക്ഷണം അയാൾക്ക് കൂടി കൊടുക്കും. ഹിയർ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എബൌട്ട് എ സ്പെഷ്യൽ സൂപ്പ്. ഇവിടെ പ്രത്യേക തരത്തിലുള്ള സൂപ്പിനെ കുറിച്ചുള്ള രസകരമായ ഒരു കഥയാണ് ഈ പാഠത്തിൽ പറയുന്നത്. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. നമുക്കത് വായിച്ച് രസിക്കാം. ദി സ്റ്റോൺ സൂപ്പ്. കല്ല് കൊണ്ടുള്ള സൂപ്പ്. കൂട്ടുകാർ സൂപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സൂപ്പ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ഫോമിലുള്ള ഒരു ഫുഡാണ്. അത് വെജിറ്റബിൾസ് കൊണ്ടും ചിക്കൻ കൊണ്ടും അങ്ങനെയൊക്കെ നോൺ വെജായും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ദി ജേണി. യാത്ര. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി ഡേ. എ യങ് ട്രാവലർ റീച്ച്ഡ് എ വില്ലേജ്. He was exhausted and hungry. It was a hot and sunny day. അതൊരു ചൂടുള്ള നല്ല വെയിലുള്ള ഒരു ദിവസമായിരുന്നു. A young traveler reached a village. ഒരു ചെറുപ്പക്കാരനായ ഒരു സഞ്ചാരി ഒരു ഗ്രാമത്തിലെത്തി. He was exhausted and hungry. അദ്ദേഹം വളരെയധികം ക്ഷീണിച്ചിരുന്നു, നന്നായി വിശന്നിട്ടും ഉണ്ടായിരുന്നു. The streets were empty. അപ്പോൾ ആ വന്ന വഴി എങ്ങനെയുള്ളതായിരുന്നു? ആരുമില്ലാത്തതായിരുന്നു, വിജനമായിരുന്നു. എവരി വിൻഡോ ആൻഡ് ഡോർ വാസ് ലോക്ക്ഡ്. എല്ലാ വാതിലുകളും ജനലും എല്ലാം അടഞ്ഞു കിടന്നിരുന്നു. ദി വില്ലേജ് സീംഡ് ആൻ അൺഫ്രണ്ട്ലി പ്ലേസ്. വില്ലേജ് എങ്ങനെയാണ് കാണപ്പെട്ടത്? അൺഫ്രണ്ട്ലി, ഒരു സൗഹാർദ്ദപരമായിരുന്നില്ല, ഒട്ടും ഫ്രണ്ട്ലി ആയിരുന്നില്ല. അങ്ങനെ ഒരു സ്ഥലമായിട്ടാണ് അത് കാണപ്പെട്ടത്. നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ. അവിടെ ഒരു ചിത്രം കാണുന്നില്ലേ? നോക്കിക്കോളൂ. ദി ഹോപ്പ്. പ്രതീക്ഷ. അറ്റ് ലാസ്റ്റ് ഹി കെയിം ടു എ സ്മോൾ കോട്ടേജ്. He knocked at the door. An old woman peeked out and opened the door. At last he came to a small cottage. അവസാനം അയാൾ ഒരു ചെറിയ കുടിലിന് മുന്നിലെത്തി. കോട്ടേജ് എന്ന് പറഞ്ഞാൽ ചെറിയ വീട്. ചെറിയ കുടിലിന് മുന്നിലെത്തി. He knocked at the door. അയാൾ വാതിലിൽ മുട്ടി. An old woman peeked out and opened the door. ഒരു വയസ്സായ സ്ത്രീ പുറത്തേക്ക് ഒളിഞ്ഞു നോക്കിയ ശേഷം വാതിൽ തുറന്നു. Who are you? She asked. ആരാണ് നിങ്ങൾ? അവർ ചോദിച്ചു. ഐ ആം എ ട്രാവലർ ആൻഡ് ഐ ആം വെരി ഹംഗ്രി, ഹി സെഡ്. ഞാനൊരു യാത്രക്കാരനാണ്, എനിക്ക് വളരെയധികം വിശപ്പുണ്ട്, അയാൾ പറഞ്ഞു. കുഡ് യു പ്ലീസ് ഗിവ് മീ സംതിങ് ടു ഈറ്റ്. എനിക്ക് എന്തെങ്കിലും ആഹാരം തരാൻ കഴിയുമോ? ഓ വി ആർ ആൾ വെരി പുവർ, ദി വുമൺ സെഡ്. അപ്പോൾ സ്ത്രീ എന്താ പറഞ്ഞത്? ഓ വി ആർ ആൾ വെരി പുവർ, ഞങ്ങൾ വളരെ പാവങ്ങളാണ്. വി ഡോണ്ട് ഹാവ് ഇനഫ് ഫുഡ് ഫോർ അവർ സെൽസ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും പോലും ഭക്ഷണം ഞങ്ങളുടെ കയ്യിൽ ഇല്ല. ആൻഡ് ഷീ ക്ലോസ്ഡ് ദി ഡോർ. അവർ എന്നിട്ട് എന്താ ചെയ്തത്? ആ ഡോറ് അടച്ചു. അപ്പോൾ അതിന് താഴെയായി 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദി ഓൾഡ് വുമൺ റിഫ്യൂസ് ടു ഷെയർ ഫുഡ് വിത്ത് ദി ട്രാവലർ. എന്തുകൊണ്ടാണ് വയസ്സായ സ്ത്രീ യാത്രക്കാരനും ഫുഡ് ഷെയർ ചെയ്യാത്തത്? അപ്പോൾ എന്തുകൊണ്ടാണ്? അവർ വളരെ പാവങ്ങളായിരുന്നു, അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡ് പോലും അവർക്ക് ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഷീ വാസ് വെരി പുവർ, ഷീ ഡസൻറ്റ് ഹാവ് ഇനഫ്
food for herself. Question number 2. Do you agree with what she did? അവർ ചെയ്ത ആ പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? ഫുഡ് ഷെയർ ചെയ്ത് കൊടുക്കാത്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അവിടെ നമുക്ക് എന്താ ആൻസർ ചെയ്യാൻ പറ്റുന്നത്? നോ. എവരി വൺ ഷുഡ് ലേൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഷെയറിങ്. നമ്മളെല്ലാവരും ഉള്ള ഭക്ഷണം വരുന്ന ആൾക്ക് കൂടി കൊടുക്കാനുള്ളതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. അടുത്ത ചിത്രത്തിലേക്ക് നോക്കിക്കോ. ദി സൂപ്പ് സ്റ്റോൺ, കല്ലുകൊണ്ടുള്ള സൂപ്പ്. ദി ട്രാവലർ പിക്ഡ് അപ്പ് എ റൗണ്ട് സ്റ്റോൺ ഫ്രം ഹിസ് ബാഗ് ആൻഡ് നോക്ക്ഡ് എഗെയിൻ. അപ്പോൾ യാത്രക്കാരൻ എന്താ ചെയ്തത്? അയാളുടെ ബാഗിൽ നിന്ന് ഒരു കല്ല് പുറത്തെടുത്തിട്ട് വീണ്ടും ആ സ്ത്രീയുടെ ഡോറിൽ മുട്ടി. ദി ഓൾഡ് വുമൺ ഓപ്പൺ ദി ഡോർ. ആ വയസ്സായ സ്ത്രീ ഡോർ ഓപ്പൺ ചെയ്തു. വാട്ട് നൗ? ഷീ ആസ്ക്ഡ്, ഫീലിംഗ് ഇറിറ്റേറ്റഡ്. എന്ത് വേണം? അവർ ദേഷ്യത്തോടു കൂടി ചോദിച്ചു. ഇറിറ്റേറ്റഡ് മീൻസ് ദേഷ്യത്തോടു കൂടി. ഓക്കെ. ഐ ആം ഗോയിങ് ടു മേക്ക് സ്റ്റോൺ സൂപ്പ്, ദി ട്രാവലർ അനൗൺസ്ഡ്. ട്രാവലർ എന്താ പറഞ്ഞത്? ഞാൻ കല്ല് കൊണ്ടുള്ള ഒരു സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇറ്റ്സ് ഡെലിഷ്യസ്. അത് വളരെ രുചിയുള്ളതാണ്, ടേസ്റ്റിയാണ്. ഓക്കെ. സ്റ്റോൺ സൂപ്പ്. ദി വുമൺ ജിഗിൾഡ്. ജിഗിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാസപൂർവ്വം കുലുങ്ങിച്ചിരിക്കുന്നതിനാണ് ജിഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, സ്റ്റോൺ സൂപ്പ്? കല്ലുകൊണ്ടുള്ള സൂപ്പോ? ഹൗ ക്യാൻ യു മേക്ക് സൂപ്പ് ഫ്രം എ സ്റ്റോൺ? ഒരു കല്ലുകൊണ്ട് നിനക്ക് എങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കാൻ കഴിയുക? അപ്പോൾ ട്രാവലർ പറഞ്ഞു, ഓ യെസ് ഐ ക്യാൻ. എനിക്ക് അത് ഉണ്ടാക്കാൻ കഴിയും. ദി ട്രാവലർ സെഡ്. ഹി ലുക്ക്ഡ് സോ കോൺഫിഡൻറ്റ്. അയാൾ എങ്ങനെ കാണപ്പെട്ടു? വളരെ ആത്മവിശ്വാസമുള്ള ആളായി കാണപ്പെട്ടു. അപ്പോൾ ആ സ്ത്രീക്ക് അയാൾ പറയുന്നത് കേട്ടിട്ട് സത്യമാണെന്ന് തോന്നിയത് കാരണം അവരെന്ത് ചെയ്തു? ദി വിമൺ ലെറ്റ് ഹിം ഇൻ. അപ്പോൾ ആ സ്ത്രീ അയാളെ വീട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചു. ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദി ഓൾഡ് വുമൺ ജിഗിൾ? എന്തുകൊണ്ടാണ് ആ സ്ത്രീ പരിഹാസരൂപേണ ചിരിച്ചത്? അതിൻ്റെ ആൻസർ എന്താണ്? ട്രാവലർ കല്ലുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് കേട്ടിട്ടാണ് അവർ ചിരിച്ചത്. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ കൊടുക്കാം? ഷീ ജിഗിൾഡ് ബിക്കോസ് ദിസ് ട്രാവലർ സെഡ് ദാറ്റ് ഹി വാസ് ഗോയിങ് ടു മേക്ക് സൂപ്പ് ഫ്രം എ സ്റ്റോൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദി ഓൾഡ് വുമൺ ലെറ്റ് ദി ട്രാവലർ ഇൻ? എന്തുകൊണ്ടാണ് ഓൾഡ് വുമൺ ഈ ട്രാവലറിനെ വീട്ടിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കാരണം? എന്തുകൊണ്ടാണ്? അയാൾ വളരെ ആത്മവിശ്വാസമുള്ളവനായി കാണപ്പെട്ടു, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം? ദി ട്രാവലർ ലുക്ക്ഡ് സോ കോൺഫിഡൻറ്റ്, സോ ദി വുമൺ ലെറ്റ് ഹിം ഇൻ. ദി ഡെലീഷ്യസ് ഡിഷ്, രുചികരമായ വിഭവം. ഫിൽ ദി പോട്ട് വിത്ത് വാട്ടർ, പുട്ട് ഇറ്റ് ഓൺ ദി ഫയർ, സെഡ് ദി യങ് ട്രാവലർ. അപ്പോൾ ട്രാവലർ എന്താണ് ആ സ്ത്രീയോട് പറഞ്ഞത്? ഈ പാത്രത്തിൽ വെള്ളം നിറച്ച് അടുപ്പത്ത് വെച്ച് തീ കൊളുത്തുക. ദി ഓൾഡ് വുമൺ ഡിഡ് സോ. അപ്പോൾ ആ സ്ത്രീ, വയസ്സായ സ്ത്രീ അങ്ങനെ ചെയ്തു. സൂൺ ദി വാട്ടർ ബിഗൈൻ ടു ബബിൾ. പെട്ടെന്ന് തന്നെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. ദി ട്രാവലർ വാഷ്ഡ് ദി ബിഗ് റൗണ്ട് സ്റ്റോൺ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദി പോട്ട്. ട്രാവലർ എന്ത് ചെയ്തു? അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ റൗണ്ട് സ്റ്റോണ് നന്നായി കഴുകിയ ശേഷം ആ പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇട്ടു. ഹി സ്റ്റേഡ് ദി സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. അയാൾ പാത്രത്തിനകത്തെ വെള്ളം വട്ടത്തിൽ ഇളക്കിക്കൊണ്ടിരുന്നു. ആസ് ഹി സ്റ്റേഡ് ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. അയാൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പാട്ട് മൂളിക്കൊണ്ടിരുന്നു. ദെൻ ഹി ടേസ്റ്റഡ് ഇറ്റ് ആൻഡ് സെഡ്. അയാൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് രുചിച്ച് നോക്കിയ ശേഷം പറഞ്ഞു, ഇറ്റ്സ് ആൾമോസ്റ്റ് റെഡി. ഇത് തയ്യാറായിരിക്കുന്നു. ബട്ട് എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് എ ബിറ്റ് ഓഫ് ബട്ടർ വുഡ് മേക്ക് ഇറ്റ് ബെറ്റർ. കുറച്ച് ഉപ്പും കുറച്ച് വെണ്ണയും ഉണ്ടെങ്കിൽ ഇത് കൂടുതൽ രുചികരമാവും. ദി ഓൾഡ് വുമൺ ഹാഡ് സം സാൾട്ട് ആൻഡ് ബട്ടർ. അപ്പോൾ ഈ വയസ്സായ സ്ത്രീയുടെ കയ്യിൽ കുറച്ച് ഉപ്പും കുറച്ച് വെണ്ണയും ഉണ്ടായിരുന്നു. സോ ഷീ ആഡഡ് ദം ടു ദി പോട്ട്. അവർ അത് കൊണ്ടുവന്ന് ആ സൂപ്പിൽ ആഡ് ചെയ്തു. ഇനി നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ക്യാൻ ദി യങ് ട്രാവലർ റിയലി മേക്ക് സൂപ്പ് വിത്ത് ബട്ടർ, സാൾട്ട് ആൻഡ് സ്റ്റോൺ? ട്രാവലറിന് സത്യത്തിൽ ആ ബട്ടറും സോൾട്ടും സ്റ്റോണും കൊണ്ട് സൂപ്പ് ഉണ്ടാക്കാൻ കഴിയുമോ? ഉത്തരം പറയൂ കൂട്ടുകാരെ, കഴിയുമോ? ഇല്ല, മറ്റ് ചേരുവകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം? നോ, ദി ട്രാവലർ നീഡ് മോർ ഇൻഗ്രീഡിയൻസ് ടു മേക്ക് ദി സൂപ്പ്. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ദി ഇൻഗ്രീഡിയൻസ്. ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡിഷ് ഉണ്ടാക്കാൻ നേരത്ത് അതിലേക്ക് ചേർക്കുന്ന ചേരുവകളാണ്. അതിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ചേർക്കുന്നത്, അതാണ് ഇൻഗ്രീഡിയൻസ്. ഈസ് ദി സൂപ്പ് റെഡി? ആസ്ക്ഡ് ദി ഓൾഡ് വുമൺ. അപ്പോൾ വയസ്സായ സ്ത്രീ എന്താ ചോദിച്ചത്? സൂപ്പ് റെഡിയായോ എന്ന് ചോദിച്ചു. ഓ നോ, നോട്ട് യെറ്റ്, സെഡ് ദി യങ് ട്രാവലർ. ഇല്ല, അതിപ്പം റെഡി ആയിട്ടില്ല എന്ന് ട്രാവലർ പറയാണ്. ഇറ്റ് ഈസ് ഡെലിഷ്യസ് ആൻഡ് ഫുൾഫില്ലിങ്. ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ. അപ്പോൾ എങ്ങനെ പറഞ്ഞത്? ഇറ്റ് ഈസ് ഡെലിഷ്യസ് ആൻഡ് ഫുൾഫില്ലിങ്. ഇത് വളരെ രുചികരവും ഫുൾഫില്ലിംഗ് ആണ്, അതായത് നമുക്ക് തൃപ്തികരവുമാണ്. വളരെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. ഇറ്റ് ഈസ്
ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ. നിങ്ങൾക്കെങ്കിലും സങ്കല്പിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറമാണ് അതിൻ്റെ ടേസ്റ്റ്. ബട്ട് ആൻ ഓണിയൻ ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ഈസിയർ. അപ്പോൾ 1-2 ഉള്ളിയും കൂടെ ഉണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ദി ഓൾഡ് വുമൺ സ്ലൈസ്ഡ് സം ഓണിയൻ ആൻഡ് ആഡഡ് ദം ഇൻ ടു ദി പോട്ട് വിത്ത് ദി സൂപ്പ് സ്റ്റോർ. അപ്പോൾ ആ വയസ്സായ സ്ത്രീ എന്ത് ചെയ്തു? കുറച്ച് ഉള്ളി കൊണ്ടുവന്ന് അരിഞ്ഞ് സൂപ്പ് പോട്ടിലേക്ക് ആഡ് ചെയ്തു. ദി അരോമ സ്പ്രെഡ് ഔട്ട് ത്രൂ ദി വിൻഡോ ഡ്രോയിങ് ദി അറ്റൻഷൻ ഓഫ് എ നെയ്ബർ. അപ്പോൾ ഇതിൻ്റെ രുചികരമായ വളരെ അട്രാക്റ്റീവായിട്ടുള്ള സ്മെല്ല് വിൻഡോയിലൂടെ പുറത്തു പോയപ്പോൾ എന്ത് പറ്റി? സ്ത്രീയുടെ ഒരു അയൽക്കാരൻ വീട്ടിനകത്തേക്ക് വന്നു. വാട്ട് ആർ യു കുക്കിംഗ്? ഹി ആസ്ക്ഡ്. നിങ്ങൾ എന്താണ് പാചകം ചെയ്യുന്നത്? അയാൾ ചോദിച്ചു. സ്റ്റോൺ സൂപ്പ്, ദി ട്രാവലർ സെഡ്. ട്രാവലർ എന്താ പറഞ്ഞത്? കല്ല് സൂപ്പാണ് ഞങ്ങൾ പാചകം ചെയ്യുന്നത്. സ്റ്റോൺ സൂപ്പ്? ഐ ഹാഡ് നെവർ ഹേർഡ് ഓഫ് സച്ച് എ തിങ്. സ്റ്റോൺ സൂപ്പോ? അങ്ങനെ ഒന്നിനെക്കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. സെഡ് ദി വില്ലേജർ. വില്ലേജർ പറഞ്ഞു. യെസ്, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ സൂപ്പ്. ഇതൊരു പ്രത്യേക തരത്തിലുള്ള സൂപ്പാണ്. ഡു യു ഹാവ് എനിത്തിങ് ടു ആഡ്? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കൂടുതലായി ഇതിൽ ചേർക്കാനായിട്ട് തരാനുണ്ടാവുമോ? ദി ട്രാവലർ ആസ്ക്ഡ്. ട്രാവലർ ചോദിച്ചു. യെസ്, ഐ ഹാവ് സം ടർണിപ്സ് ആൻഡ് ബീൻസ്. അപ്പോൾ ടർണിപ്സും ബീൻസ് എന്ന് പറഞ്ഞാൽ ഒരുതരം പച്ചക്കറികളാണ്. ഇത് രണ്ടും അതിലോട് ചേർക്കാൻ എൻ്റെ കയ്യിലുണ്ട് എന്ന് ആ നെയ്ബർ പറഞ്ഞു. ദി നെയ്ബർ റിപ്ലൈഡ്. ഹി റാൻ ഹോം ബ്രോഡ് ദം ആൻഡ് ആഡഡ് ടു ദി പോട്ട്. അയാൾ ഓടി വീട്ടിൽ പോയി ഈ ടർണിപ്സും ബീൻസും കൊണ്ടുവന്ന് ഈ പോട്ടിൽ ആഡ് ചെയ്തു. ഇതിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദി നെയ്ബർ കം ടു ദി വുമൺസ് ഹൗസ്? എന്തുകൊണ്ടാണ് അയൽക്കാരൻ സ്ത്രീയുടെ വീട്ടിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ്? സൂപ്പിൻ്റെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള സ്മെല്ല് കേട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം? ദി അരോമ ഡ്രൂ ദി അറ്റൻഷൻ ഓഫ് ദി നെയ്ബർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് അതർ ഇൻഗ്രീഡിയൻസ് ക്യാൻ ബി ആഡഡ് ടു മേക്ക് ദി സൂപ്പ് ബെറ്റർ? അപ്പോൾ സൂപ്പ് ബെറ്റർ ആക്കാനായിട്ട് ഇനി ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് കൂടെ വേണമെന്നാണ് പറയുന്നത്? ആൻസർ ഈസ് സം ടർണിപ്സ് ആൻഡ് ബീൻസ്. അടുത്ത പാർട്ട്, ദി ക്യൂരിയോസിറ്റി, ആകാംക്ഷ. ദി വില്ലേജേഴ്സ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് എബൌട്ട് ദി സ്ട്രേഞ്ച് ഡിഷ് സ്റ്റോൺ സൂപ്പ്. അപ്പോൾ ഗ്രാമവാസികൾ ഈ അപൂർവമായിട്ടുള്ള ഈ സൂപ്പിനെ കുറിച്ചുള്ള വാർത്ത പറഞ്ഞു തുടങ്ങി. 1 by 1 ദേ ഫോളോഡ് ദി ഡെലീഷ്യസ് അരോമ. അപ്പോൾ രുചികരമായ ഈ സൂപ്പിൻ്റെ സ്മെല്ല് കൊണ്ട് അവിടെയുള്ള വില്ലേജേഴ്സ് ഓരോരുത്തരായിട്ട് സ്ത്രീയുടെ വീട്ടിലേക്ക് വന്നു തുടങ്ങി. അവരെന്താ ചോദിച്ചത്? ഈസ് ദി സൂപ്പ് റെഡി? സൂപ്പ് റെഡിയായോ? ആസ്ക്ഡ് ദി വില്ലേജേഴ്സ് ചോദിച്ചു. ഓ നോ എറ്റ് സെഡ് ദി യങ് ട്രാവലർ. അപ്പോൾ ചെറുപ്പക്കാരനായ ട്രാവലർ എന്ന് പറഞ്ഞു, ഇല്ല, ഇനിയും ആയിട്ടില്ല. ദിസ് സൂപ്പ് ഈസ് ഗുഡ്. ഇത് വളരെ നല്ല സൂപ്പാണ്. ബട്ട് എ ക്യാരറ്റ് ഓർ 2 വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. 1-2 ക്യാരറ്റ് കൂടെ കിട്ടിയാൽ ഇത് വളരെ രുചികരമാവും. ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ് ഫ്രം എ ഗാർഡൻ സെഡ് എ യങ് ലേഡി. അപ്പോൾ അതിലുണ്ടായിരുന്ന വില്ലേജേഴ്സിൽ ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ എന്ത് പറഞ്ഞു? ഞാൻ പോയി എൻ്റെ ഗാർഡനിൽ നിന്ന് കുറച്ച് ക്യാരറ്റ് കൊണ്ടുവരാം. ഷീ പുൾഡ് ഔട്ട് സം ക്യാരറ്റ്സ് ഫ്രം ഹെർ ഗാർഡൻ ആൻഡ് ബ്രോട്ട് ഇറ്റ് ബാക്ക് ടു ദി ഓൾഡ് വുമൺസ് ഹൗസ്. അവൾ എന്ത് ചെയ്തു? അവൾ പോയി അവളുടെ ഗാർഡനിൽ നിന്നും കുറച്ച് ക്യാരറ്റ്സ് അടർത്തിയെടുത്ത് കൊണ്ടുവന്ന് ഓൾഡ് ലേഡിയുടെ വീട്ടിലെത്തി. ദെൻ ഷീ ചോപ്ഡ് ആൻഡ് ആഡഡ് ദം ടു ദി സൂപ്പ്. അവൾ എന്ത് ചെയ്തു? ഈ ക്യാരറ്റിനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് സൂപ്പിലേക്ക് ആഡ് ചെയ്തു. ദി ട്രാവലർ സ്റ്റേഡ് ദി സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. ട്രാവലർ എന്ത് ചെയ്തു? ഈ സൂപ്പ് വട്ടത്തിൽ ഇളക്കിക്കൊണ്ടിരുന്നു. ആസ് ഹി സ്റ്റയേഡ്, അയാൾ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്തു? ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. അയാൾ ഒരു ചെറിയ മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരുന്നു. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻഡ് വെൻ ദി സൂപ്സ് അരോമ സ്പ്രെഡ്? ഈ സൂപ്പിൻ്റെ രുചികരമായ സ്മെല്ല് പുറത്തേക്ക് പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? വില്ലേജേഴ്സ് ഈ സ്മെല്ല് ഫോളോ ചെയ്ത് സ്ത്രീയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം? 1 by 1 ദി വില്ലേജേഴ്സ് ഫോളോഡ് ദി അരോമ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓൺ റീച്ചിങ് ദി ഗാർഡൻ വാട്ട് ഡിഡ് ദി ലേഡി ഡു? ഗാർഡനിലെത്തിയ സ്ത്രീ എന്താ ചെയ്തത്? അവൾ എന്ത് ചെയ്തു? അവൾ ക്യാരറ്റ് അടർത്തിയെടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? ഷീ പുൾഡ് ഔട്ട് സം ഫ്രഷ് ക്യാരറ്റ്സ് ഫ്രം ഹെർ ഗാർഡൻ. നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. ദി ഹാപ്പിനെസ്, സന്തോഷം. ഈസ് ദിസ് സൂപ്പ് റെഡി? ആസ്ക്ഡ് അനദർ വില്ലേജർ. അപ്പം മറ്റൊരു ഗ്രാമത്തിലെ ആൾ എന്താ ചോദിച്ചത്? സൂപ്പ് റെഡിയായോ എന്ന് ചോദിച്ചു. ഓ നോട്ട് എറ്റ് സെഡ് ദി യങ് ട്രാവലർ. ഇല്ല, ഇനിയും ആയിട്ടില്ല, ട്രാവലർ പറഞ്ഞു. ദിസ് സൂപ്പ് ഈസ് ഡെലീഷ്യസ് ബട്ട് ചിക്കൻ വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റ് ഈവൻ ബെറ്റർ. ഈ സൂപ്പ് വളരെ രുചികരമായതാണ്, എന്നാൽ കുറച്ച് ചിക്കൻ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് കൂടുതൽ ബെറ്റർ ആകും എന്ന് പറഞ്ഞു. ഹിയറിങ് ദിസ് ആൻ ഓൾഡ് ഫാർമർ വെൻ ടു ഹിസ് ഹൗസ് ആൻഡ് ബ്രോട്ട് എ ചിക്കൻ. ഇത് കേട്ട ഉടനെ തന്നെ ഒരു പ്രായം ചെന്ന കൃഷിക്കാരൻ അയാളുടെ വീട്ടിലേക്ക് ഓടിപ്പോയി
ചിക്കൻ കൊണ്ടുവന്നു. ദി ഓൾഡ് വുമൺ ആൻഡ് ദി ട്രാവലർ കട്ട് ദി ചിക്കൻ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദി പോട്ട് അലോങ് വിത്ത് ദി ക്യാരറ്റ്സ്, ദി ഓണിയൻ ആൻഡ് ദി സൂപ്പ് സ്റ്റോൺ. അപ്പോൾ ഓൾഡ് വുമണും ട്രാവലറും ചേർന്ന് ചിക്കൻ കട്ട് ചെയ്ത് സൂപ്പിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഓൾറെഡി സൂപ്പിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ക്യാരറ്റ്സ്, ഓണിയൻസ്, പിന്നെ റൗണ്ട് സ്റ്റോണും ഉണ്ടായിരുന്നു, അതിനോടൊപ്പം ആഡ് ചെയ്തു. ഫൈനലി ദി യങ് ട്രാവലർ സ്പ്രിങ്കിൾഡ് സ്പൈസസ് ഇൻ ടു ദി പോട്ട്. സ്പ്രിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ തൂവുക, സ്പൈസസ് സുഗന്ധവ്യഞ്ജനങ്ങൾ. അപ്പോൾ അവസാനം ട്രാവലർ എന്താ ചെയ്തത്? ഇതിൽ കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങൾ കൂടി ഈ സൂപ്പിലേക്ക് തൂവി കൊടുത്തു. ഹി സ്റ്റേഡ് ദി സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. അയാൾ വട്ടത്തിൽ സൂപ്പ് ഇളക്കി. ആസ് ഹി സ്റ്റേഡ്, അയാൾ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. അയാൾ ഒരു ചെറിയ പാട്ട് മൂളി. ഇതിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനാണുള്ളത്. വാട്ട് ഡിഡ് ദേ ഡു വിത്ത് ദി ചിക്കൻ? ചിക്കൻ കൊണ്ട് അവരെന്താണ് ചെയ്തത്? ചിക്കൻ ചെറിയ പീസസായി കട്ട് ചെയ്ത് മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? ദേ കട്ട് ദി ചിക്കൻ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദി പോട്ട് അലോങ് വിത്ത് അതർ ഇൻഗ്രീഡിയൻസ്. നെക്സ്റ്റ് പാർട്ട്, ദി ടേസ്റ്റി സൂപ്പ്, രുചികരമായ സൂപ്പ്. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ദി വില്ലേജേഴ്സ് ആസ്ക്ഡ്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം വില്ലേജേഴ്സ് ചോദിച്ചു, ഈസ് ദി സൂപ്പ് റെഡി? സൂപ്പ് റെഡിയാണോ? ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ് സെഡ് ദി യങ് ട്രാവലർ ലിക്കിംഗ് ഹിസ് ലിപ്സ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സൂപ്പ് എടുത്ത് ടേസ്റ്റ് നോക്കിക്കൊണ്ട് യങ് ട്രാവലർ എന്ത് പറഞ്ഞു? ഇതിൽ നല്ല മണമുണ്ട്, നല്ല രുചിയുമുണ്ട്. നൗ ദി സൂപ്പ് ഈസ് റെഡി ടു സെർവ്, ഹി അനൗൺസ്ഡ്. അപ്പോൾ ട്രാവലർ എന്ത് പറഞ്ഞു? ഇപ്പോൾ സൂപ്പ് റെഡിയാണ്, നമുക്ക് വിളമ്പാൻ സമയമായി. ദി ഓൾഡ് വുമൺ ഹറീഡ് ടു ഗെറ്റ് എ ഫ്യൂ ബൗൾസ്. അപ്പോൾ ആ ഓൾഡ് വുമൺ എന്ത് ചെയ്തു? അകത്ത് പോയി കുറച്ച് ബൗൾസ് എടുത്തുകൊണ്ട് വന്നു. ദി യങ് ട്രാവലർ ടുക്ക് ദി സ്റ്റോൺ ഔട്ട് ഓഫ് ദി പോട്ട്. അപ്പോൾ ട്രാവലർ എന്ത് ചെയ്തു? ഈ സൂപ്പിനുള്ളിലുണ്ടായിരുന്ന കല്ല് പുറത്തെടുത്തു. ക്ലീൻഡ് ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ഹിസ് പോക്കറ്റ്. ആ കല്ല് പുറത്തെടുത്ത് അയാൾ ഇത് ക്ലീൻ ചെയ്ത് അയാളുടെ പോക്കറ്റിൽ ഇട്ടു. ദെൻ ദി ട്രാവലർ പോർഡ് ദി സൂപ്പ് ഇൻ ടു ദി ബൗൾസ് ഓൺ ദി ടേബിൾ. അപ്പോൾ സ്ത്രീ കൊണ്ടുവച്ച ആ ബൗൾസിലെല്ലാം ട്രാവലർ സൂപ്പ് നിറച്ചു. ദി വില്ലേജേഴ്സ് ടേസ്റ്റഡ് ദി സൂപ്പ് ആൻഡ് എക്സ്ക്ലെയിംഡ്. അപ്പോൾ ഗ്രാമവാസികൾ ആ സൂപ്പ് രുചിച്ച് നോക്കിയ ശേഷം അത്ഭുതപ്പെട്ടു. ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ്. അവരെന്ത് പറഞ്ഞു? ഇത് വളരെ രുചിയുള്ളതാണ്. ഈ പാർട്ടിൽ ഒരു ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത്. പിക്ക് ഔട്ട് ദി സെൻറ്റൻസസ് വിച്ച് ഷോ ദാറ്റ് ദി സൂപ്പ് ഈസ് വെരി ടേസ്റ്റി. സൂപ്പ് വളരെ രുചികരമാണെന്ന് സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളാണ് ഈ ഭാഗത്തിൽ നിന്ന് എടുത്തെഴുതേണ്ടത്. ഒന്ന്, ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ്. സെക്കൻഡ്, ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ്. നെക്സ്റ്റ് പാർട്ട്, ദി റിയലൈസേഷൻ. വി വുഡ് ഓൾസോ ലൈക്ക് ടു മേക്ക് ദിസ് സൂപ്പ്. ഞങ്ങളും ഈ സൂപ്പ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വേർ ക്യാൻ വി ഗെറ്റ് സച്ച് എ മാജിക് സ്റ്റോൺ? എവിടെ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു അത്ഭുതകരമായ കല്ല് കിട്ടുക? ആസ്ക്ഡ് ദി വില്ലേജർ. ദി ട്രാവലർ സ്മൈൽഡ് ആൻഡ് ടുക്ക് ദിസ് സ്റ്റോൺ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്. ട്രാവലർ എന്ത് ചെയ്തു? പുഞ്ചിരിച്ചുകൊണ്ട് അയാളുടെ പോക്കറ്റിൽ നിന്നും കല്ല് പുറത്തെടുത്തു. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, ലുക്ക്, ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഓർഡിനറി സ്റ്റോൺ. നോക്കൂ, ഇതൊരു സാധാരണ കല്ലാണ്. ദി സൂപ്പ് ടേസ്റ്റഡ് ഗുഡ് ബിക്കോസ് ഓഫ് ഓൾ ദി യമ്മി വെജിറ്റബിൾസ് ആൻഡ് ചിക്കൻ യു ഷെയർഡ്. ഈ സൂപ്പ് വളരെ രുചികരമായത് നിങ്ങൾ കൊണ്ടുവന്ന വളരെ രുചികരമായ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ കൊണ്ടാണ് സൂപ്പ് ഇത്ര രുചികരമായത്. ദി വില്ലേജേഴ്സ് വെയർ സർപ്രൈസ്ഡ്. വില്ലേജേഴ്സ് അത്ഭുതപ്പെട്ടു. ദി മേക്കിംഗ് ഓഫ് ദി സൂപ്പ് ബ്രോട്ട് ദി വില്ലേജേഴ്സ് ടുഗദർ. അപ്പോൾ ഈ സൂപ്പ് നിർമ്മിച്ചത് കാരണം ആ ഗ്രാമവാസികളെല്ലാവർക്കും അവർ പരസ്പരം ഒത്തൊരുമയോടുകൂടി ഇരിക്കാൻ കാരണമായി. ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ്, ആ നാൾ മുതൽ ദേ ഷെയർഡ് ദെയർ ഫുഡ് ആൻഡ് ലീവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. അവരുടെ ഭക്ഷണങ്ങളെല്ലാം അവർ പരസ്പരം ഷെയർ ചെയ്യുകയും സന്തോഷത്തോടു കൂടി അതിന് ശേഷമുള്ള കാലം ജീവിക്കുകയും ചെയ്തു. ഇതിൽ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ്, ഡു യു തിങ്ക് ദി ട്രാവലർ പ്ലേഡ് എ ട്രിക്ക് ഓൺ ദി വില്ലേജേഴ്സ്? വൈ ഡു യു തിങ്ക് സോ? അപ്പോൾ ഇതിൽ ട്രാവലർ ട്രിക്ക് പ്രയോഗിച്ചിരിക്കുകയാണോ ഗ്രാമവാസികളോട്? എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ, അയാൾ ട്രിക്ക് പ്രയോഗിക്കുകയായിരുന്നല്ലോ. ആൻസർ, ദി ട്രാവലർ ഡിസൈഡഡ് ടു മേക്ക് സ്റ്റോൺ സൂപ്പ് ടു ട്രിക്ക് ദി വില്ലേജേഴ്സ് ഇൻ ടു ഷെയറിംഗ് ദെയർ ഫുഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ലെസൺ ഡസ് ദി സ്റ്റോറി ദി സ്റ്റോൺ സൂപ്പ് ടീച്ചേഴ്സ്? ഈ സ്റ്റോൺ സൂപ്പ് എന്ന് പറയുന്ന പാഠം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? എന്താണ് പഠിപ്പിക്കുന്നത്? പരസ്പരം ഒന്നിച്ച് ഭക്ഷണം ഷെയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആൻസർ എങ്ങനെ എഴുതാം? വെൻ പീപ്പിൾ വർക്ക് ടുഗദർ ആൻഡ് ഷെയർ, ഈവൻ ലിറ്റിൽ തിങ്സ് ക്യാൻ ബിക്കം ഇനഫ് ഫോർ എവരി വൺ. ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കാനായിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്